എന്റെ വല്യേച്ചിയുടെ മോള് കുഞ്ഞി, അവൾ 8ാം ക്ലാസ്സിലും അങ്ങോട്ട് പഠിക്കുമെന്ന് തോന്നി ചേച്ചി. ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ ആന കളിക്കും പോലെ നിൽക്കുക. ഏറ്റവും താഴെ കുഞ്ഞേച്ചി, അതിന്റെ മോളിൽ എന്റെ വല്യേച്ചി, അതിന്റെ മോളില് ദാസേട്ടൻ, അതിന്റെ മോളിൽ ഞാന്. ഞങ്ങളെല്ലാരും കൂടി ഇങ്ങനെ നിന്നോണ്ട് നാമം ചോദിക്കുക, രാമനാമം ചോദിച്ചോണ്ടിരിക്കുക. ആന കളിച്ചോണ്ട് രാമനാമം ചോദിക്കുന്നോ? അതൊരു തമാശക്ക് വേണ്ടി ചെയ്തതാണെന്നേ. വല്യേച്ചിക്ക് ഭയങ്കര നിർബന്ധം അങ്ങനെ നിന്നോണ്ട് രാമനാമം ചോദിക്കണമെന്ന്. ഇത് കണ്ടോണ്ടാണ് കൃഷ്ണമാമയുടെ വരവ്. പിന്നെ പറയണ്ടല്ലോ, എല്ലാവർക്കും പേടിയാ കൃഷ്ണമാമ. കൃഷ്ണമാമ വരുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾ ആർത്തട്ടഹസ് ചിരിച്ചോണ്ടിരിക്കുക. ഈ ചിരിയൊക്കെ ഒന്ന് കുറച്ചിട്ട് അപ്പോഴത്തേനും മാമ ഇങ്ങോട്ട് വന്നിട്ട് ഒരു വടി എടുത്തോണ്ട് ഒരു വരവ്. ഞങ്ങളെല്ലാവരും ഇവിടെ ചെതറി 4 വഴിക്കൊന്നും ഓടി. അയ്യോ, ഒന്നും പറയണ്ട. അമ്മ ഭയങ്കര കുസൃതിയായിരുന്നല്ലേ ചെറുപ്പത്തില്? ഇപ്പോഴും കുസൃതി തന്നെ. ചൂടി ചെറുതിലെ നമ്മളെക്കാളും 10 ഇരട്ടി കാണിച്ചു കൂട്ടിയ ടീമാണ് ഇപ്പൊ നമ്മളെ കുറ്റം പറയണത്. അത് കറക്റ്റ്. പറയേ 2-3 ദിവസമായിട്ട് കളിച്ചും ചിരിച്ചും നടക്കുവാണ്, പഠിത്തമൊന്നും കാണുന്നില്ല. എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, ചേച്ചിയെ കാണിക്കാൻ വേണ്ടി ഞാൻ പഠിക്കാം. അമ്മ കഥകളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചേ. ഞങ്ങളുടെ കുടുംബത്തില് ഒരു 25-30 പേരോളം ഉണ്ടായിരുന്നു, കൂട്ടുകുടുംബമായിരുന്നു. കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ? അല്ല, ഒരു 10-25 പേരുണ്ട്. 25 പേര് ഒരേ വീട്ടിലെയാ? അവളോ പെരിയ വീടാ അത്? വലിയ വീടൊക്കെയാണ്, പക്ഷെ എന്നാലും ഉള്ള ഇടയിലൊക്കെ എല്ലാരും അങ്ങ് കിടക്കും. അതാണല്ലോ പണ്ടത്തെ ഒരു രീതി. കേശുവേ, നീ ഇന്ന് പടലത്ത് പോണെന്ന് പറഞ്ഞിട്ട് പോകുന്നില്ലടാ? ചേട്ടാ, ഞാൻ മുക്കോളാം. കാര്യം പറഞ്ഞോണ്ടിരിക്കില്ലേ, എന്റെ ഇടയിൽ കൂടെ കയറി വെറുതെ രസം കൊള്ളാനായിട്ട്. രസം കൊല്ലി லிச்சு, அம்மா பழைய விஷயம்லாம் சொல்லிட்டு ரொம்ப நல்லா இருக்கு அந்த கதையெல்லாம் கேட்கறதுக்கு. അല്ല, സാധാരണ ഈ സമയമാകുമ്പോഴത്തേക്ക് ഉച്ചഭക്ഷണത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലോ. ഇന്നൊന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലേ? എവിടെ പോയേക്കുമായിരുന്നു? എന്താ വന്ന് ചെയ്യാത്തേ? അയ്യേ, ചേച്ചി ചമ്മിപ്പോയേ. അയ്യയ്യേ, എത്ര ചമ്മിയാലും ആ മുഖത്ത് അത് കാണിക്കൂല. അതാണ് നമ്മുടെ ചേച്ചി. അല്ലല്ല, ഇപ്പൊ എന്താ ഇങ്ങോട്ട് വന്നേ? പറയാൻ വന്ന കാര്യം മറന്നുപോയി. അമ്മേനെ അച്ഛനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യം പറയാനാന്ന് തോന്നുന്നു. അത്യാവശ്യമോ? അതെന്താ ഇത്ര അത്യാവശ്യം? എന്താ നോക്കുന്നേ? എന്താ അമ്മയമ്മ അമ്മയപ്പനും വന്നപ്പോഴത്തേനെ വലിയ ഭരണം വന്നല്ലോ നമ്മളോട്. ഭരണോ? എന്തോന്ന് ഭരണം? നിങ്ങളുടെയൊക്കെ കളിയും ചെയ്ത ഒച്ച അങ്ങ് വരെ കേൾക്കായിരുന്നല്ലോ. കേട്ടാ നമുക്ക് തരും. நீங்க சண்டை போடும்போது இதை விட சத்தம் கேக்குமே. പിന്നെ ചേച്ചിയുടെ ബഹളം വെക്കാത്ത പോലെ. ഞാൻ എല്ലാരോടും കൂടെ ഒരു കാര്യം പറയാം. വെറുതെ ഇവിടെ കിടന്ന് എല്ലാരും കൂടെ അലമ്പാവരുത്. അവർക്ക് ഒന്നും ഇഷ്ടപ്പെടൂല. പിന്നെ എൻ്റെ അടുത്ത് കുറച്ചൊക്കെ ബഹുമാനം ആവാൻ കേട്ടോ. കാരണം ഞാൻ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞേക്കുന്നേ, ഇവിടെ ഉള്ളവർക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ബഹുമാനമാണ്. ഭയങ്കര ബഹുമാനമൊന്നും ഞാൻ പറഞ്ഞില്ല, കുറച്ചൊക്കെ ബഹുമാനമുണ്ട്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് അവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്ന പോലെ സംസാരിക്കരുത്. മൊത്തം ബഹുമാനിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു കുറച്ച് ഇച്ചിരി ബഹുമാനം എനിക്ക് തരാം. ഓക്കെ കേശുവേ, ഇനി നമ്മൾ നല്ലപോലെ പൊക്കി പറഞ്ഞോണം കേട്ടോ. അമ്മൂമ്മയും പൊക്കി പറയണോ? പറ്റുവാണെങ്കിൽ കുറച്ച് ബഹുമാനം, അത്രയും ഞാൻ ചോദിക്കുന്നു. ബഹുമാനം കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നിങ്ങൾ എന്തിനാ ഈ കോൺട്രാക്ടർക്ക് ചോദിക്കുമ്പോൾ പൈസ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? പണി തുടങ്ങിയിട്ടൊന്നും ഇല്ലല്ലോ, സാധനങ്ങളെല്ലാം കൊണ്ട് അടുപ്പിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ. അയ്യോ, നീ കരുതുന്ന പോലെ അവൻ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല. നല്ല എത്തിക്സ് ഉള്ള പയ്യനാ. അത് മാത്രമല്ല, അവനെന്ന് നല്ല ബഹുമാനമാണ്. എഞ്ചിനീയറാന്ന് അറിഞ്ഞിട്ടായിരിക്കും. അല്ല, നീ എന്തിനാ നമ്മളെ കാണുമ്പോ ഇങ്ങനെ എണീക്കുന്നേ? അതെ മോളെ, നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും മോളിങ്ങനെ എഴുതേക്കണമെന്നില്ല. അത് കുഴപ്പമില്ല, ശീലായിപ്പോയി. അതാ ഇരിക്ക്, അച്ഛനും വരി. ഞങ്ങളെ ഈ വീട് കൊണ്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, തലവേദനയാണ്. അല്ല മോളിരിക്കി. അത് കുഴപ്പമില്ല, ഞാൻ നിന്നോളാം. ഇരിക്കും മക്കളെ.
അല്ല അത് കുഴപ്പമില്ല അമ്മ, കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്നേ. കാര്യം ഇതല്ലേ. ആ യേശു, അച്ഛാ ചേച്ചി, ഓ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ്? അയ്യോ, എന്തിനും കാര്യം സംസാരിച്ചോണ്ടിരിക്കുന്നു, തിരക്കിലായിരുന്നു. ഇല്ല, നീ പറഞ്ഞു. പറഞ്ഞോട്ടെ? പറഞ്ഞു. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല, നീ പറഞ്ഞു. ചേച്ചി, ഞാനേ ഇന്ന് പടവലത്ത് പോണം എന്ന് ചേച്ചി പറഞ്ഞായിരുന്നല്ലോ. ആ ഇന്ന് പക്ഷേ പടവലത്ത് പോകാൻ ചെറിയൊരു തടസ്സമുണ്ട്. പോകാതിരിക്കാൻ പറ്റൂ? എന്നിട്ട് നാളെ പോയാൽ മതിയോ? മതി, നാളെ പോയാ മതി. അല്ല, ചേച്ചി പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഇന്ന് തന്നെ പോകാം, കുഴപ്പമൊന്നുമില്ല. ചേച്ചി പറയും പോലെ. ഇല്ല, കുഴപ്പമില്ല. ഇന്ന് മഴയൊക്കെ ആണല്ലോ, നാളെ പോയാ മതി. നാളെ പോവല്ലേ? ആ. ശരി ചേച്ചി, താങ്ക് യു. ചേച്ചി, പിന്നെ ഞാൻ ഒന്ന് പുറത്തോട്ട് പോക്കട്ടെ? അതിനിപ്പോ എന്താ, പൊക്കോ. ശരി ചേച്ചി. ഓ, മഴ കാണുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? നീ മഴ കണ്ടിട്ട് പോയാ മതി. ആ, ആ. ഉവ്വ. ആ. ഈ കേശുവൊക്കെ വളർന്നൊരു മുട്ടക്കാട്ടം പയ്യനായെങ്കിലും ഇപ്പോഴും ലച്ചുവിനോട് അനുവാദം ചോദിച്ചിട്ടേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അവന്റെ ഒരു ബഹുമാനമൊക്കെ കണ്ടോ ഏട്ടാ? നല്ലൊരു പയ്യൻ. അതെ അതെ, വളരെ നല്ല പയ്യനാ. ആഹാ, പാറു. ചേച്ചി, എന്താ പാറു? എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. റൂമൊക്കെ ക്ലീൻ ആക്കണം, ബുക്കൊക്കെ ഒന്ന് അടുക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയോ? അത് കഴിഞ്ഞിട്ട് പഠിച്ചാ മതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ? പൊക്കോ, പക്ഷെ ക്ലീൻ ചെയ്യുന്നതിന്റെ പേരും പറഞ്ഞേ കൊറേ സമയം അങ്ങോട്ട് കളയരുത്. ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയോ? മതി, അത് കഴിഞ്ഞിട്ട് പഠിച്ചാ മതി. നന്ദി. എത്രയൊക്കെ പാറുക്കുട്ടി കുസൃതി കാണിച്ചാലും ലച്ചുവിനോടുള്ള ഒരു സ്നേഹവും പേടിയുണ്ടല്ലോ, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണമെന്നേ. അല്ല, അത് പാറുവിന് മാത്രമല്ല, നമ്മുടെ മോനും ലച്ചുവിനെ പേടിയല്ലേ? അല്ല, അത് സ്നേഹം കൊണ്ടുള്ള പേടിയാണ്. അതിപ്പോ അച്ഛനും ഉണ്ടല്ലോ അമ്മയോട് ചെറിയൊരു പേടി. എങ്ങനെ പേടിക്കാതിരിക്കും? ആ ഒരു തരത്തിലല്ലേ? ഏത് തരത്തില്? അല്ല, ഈ തരത്തില് ഇത് തന്നെ. അല്ല, അതാ ഇങ്ങനെ പറഞ്ഞു വരുമ്പത്തേനും. ആ, അതാണ്. അയ്യോ, ഇരിക്കെ ഇരിക്കെ ഇരുന്നു. അമ്മ ഇരിക്ക്. അയ്യോ, ഞാനിവിടെ നിന്നോളാം. ഞാനേ ലച്ചുമോളോടൊരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താ മുമ്മ? ഉച്ചക്കലത്തേക്കിനെ ഒഴിച്ചുകൂട്ടാനുണ്ട്, തോരനുണ്ട്, അവിയലുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ മീൻകറിയും കൂടെ വെച്ചാൽ മതിയോ? മതി. லெச்சு மீன் பொரிக்கணுமா, குருமோளுக்கு சேர்த்து பொரிக்கணுமா, சேர்க்காம பொரிக்கணுமா, எல்லாமே நீ சொல்ற மாதிரி. അത് നിങ്ങളുടെ ഏനം പോലെ എന്താന്ന് വെച്ചാ ചെയ്താ മതി ആൻറ്റി. സാമ്പാർ വെക്കണോ അതോ എന്തെങ്കിലും ഒഴിച്ചുകൂട്ടാൻ വെച്ചാൽ മതിയോ? ഒഴിച്ചു കൂട്ടാൻ പോരെ അമ്മ? അയ്യോ, ഇനിയിപ്പോ ഇവിടെ ചമ്മന്തി ആണെങ്കിലും എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാവോ? അയ്യോ, ഇവിടുത്തെ പച്ചക്കറി കൂട്ടാനൊക്കെ എന്തൊരു ടേസ്റ്റ്. അപ്പൊ അത് മതി. എന്നാ ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ കേട്ടോ. വേണ്ട വേണ്ട വേണ്ട, മോളിവിടെ നിന്നോ, അച്ഛനോടും അമ്മയോടും സംസാരിക്കുക, ഞങ്ങൾ പൊക്കോളാം. കനകം ബാ. അയ്യോ, ഒരു കാര്യം കൂടെ ഒന്ന് ചോദിക്കണമായിരുന്നു. തോരൻ വെക്കുമ്പോഴേ തേങ്ങ ചേർത്ത് വെക്കണോ തേങ്ങ ചേർക്കാതെ വെക്കണോ? തേങ്ങ ചേർത്ത് വെച്ചാ മതി. മക്കൾ സംസാരിച്ചോട്ടെ. ശരി. എന്തല്ലേ ഈ അമ്മൂമ്മ എപ്പോഴും ഇങ്ങനെയാന്നേ, എന്നെ അടുക്കള കയറ്റത്തേ ഇല്ല. നല്ല അമ്മൂമ്മ. അതെ അതെ. അയ്യോ.